വലിയ പരാജയമാണ് LDF നേടുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റുണ്ടായിരുന്നു, സാങ്കേതിക അർത്ഥത്തിൽ ഇപ്പോൾ ഒരു സീറ്റുണ്ട് എന്നൊക്കെ പറയാം. BJP അക്കൗണ്ട് തുറക്കുന്നു, അതിൻ്റെയും നേരിട്ടുള്ള ആഘാതം ഏൽക്കുന്നത് LDF ആണ്. ശരിയായിരിക്കാം, ദേശീയ തലത്തിൽ 3 സീറ്റിൽ നിന്ന് CPIM 4 സീറ്റായി ഉയർത്തി, CPIയും 2 സീറ്റ് നിലനിർത്തുന്നു. അപ്പോൾ 4-2 6 ഇടത് പാർട്ടികൾ, പിന്നീട് CPIML അടക്കമുള്ളവരും 2 സീറ്റുകളൊക്കെ നേടുന്നുണ്ട്. അങ്ങനെ ദേശീയ അർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇടത് പാർട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ LDF വലിയ പരാജയമാണ് ആ അർത്ഥത്തിൽ നേരിട്ടത്. K. രാധാകൃഷ്ണൻ എന്ന കരുത്തുള്ള ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും പൊട്ടിപ്പാളീസാകുന്നു. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടോ? അഡ്വക്കേറ്റ് രാജീവ്. അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇദ്ദേഹം പറഞ്ഞു തരേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നിന്നും ഈ തവണത്തെ ഇലക്ഷൻ റിസൾട്ടിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഇലക്ഷൻ റിസൾട്ടിൽ LDFന് ലഭിച്ചത് ആകെ ഒരേ ഒരു സീറ്റാണ്, ഇത്തവണ ലഭിച്ചത് ഒരേ ഒരു സീറ്റാണ്. കഴിഞ്ഞ തവണ 19 സീറ്റ് UDFന് കിട്ടുന്നു, ഇപ്രാവശ്യം 18 സീറ്റ് UDFന്. പുറകിലോട്ട് പോയത് ഈ അക്ഷരാർത്ഥത്തിൽ UDF ആണ്. ഞാൻ അതിൻ്റെ പുറകിലോട്ട് പോവുകയല്ല, ഞാൻ അതിൻ്റെ കണക്ക് വശം വെച്ച് ഞാൻ പറയുന്നതാണ്. ഫലത്തിൽ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ റിസൾട്ട് ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ടായിട്ട് വ്യത്യാസമൊന്നുമില്ല എന്ന്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP പ്രബല ഭരണകക്ഷിയായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ BJPക്കെതിരായിട്ടുള്ള കൂടിച്ചേരലുകൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസ്ഥാനത്ത് നടക്കും. അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ BJPയെ നേരിടുന്ന പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വല്ലതും ഉണ്ടോ? സ്വാഭാവികമായിട്ടും CPMന് അവിടെ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടും. എന്റെ അഡ്വക്കേറ്റ് രാജീവേ, അവരവർ നിലനിർത്തി 18 സീറ്റാണെങ്കിൽ പോലും ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ LDFനായില്ല. നിങ്ങൾ ഒരെണ്ണം കിട്ടി, ആ സ്റ്റാറ്റസ് നിലനിർത്തി എന്ന് പറയുന്നതാണോ ശരി? അല്ല, ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ഘടകം. ഇവിടെ UDFന് സീറ്റ് കിട്ടിയത് UDFന്റെ ഏതെങ്കിലും തരത്തിലുള്ള മെറിറ്റ് കൊണ്ടാണോ, LDFന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡിമെറിറ്റ് കൊണ്ടാണോ? അതാണ് ഞാൻ ചോദിക്കാൻ വന്ന രണ്ടാമത്തെ കാര്യം. UDFന് എന്തെങ്കിലും സംഘടനാ തരത്തിലോ നയത്തിലുള്ള ഗുണമേന്മയോ അങ്ങനെയാണോ അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടുന്നത്? അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അല്ലെങ്കിൽ LDFന്റെ എന്തെങ്കിലും ഗുണവശത്തിന്റെ പോരായ്മ കൊണ്ടാണോ LDF പുറകിലോട്ട് പോകുന്നത് കഴിഞ്ഞ 2 തവണയായിട്ട്? അത് ദേശീയ പാർലമെന്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും BJPയെ എതിരിടുക എന്നുള്ള നിലയിൽ BJP വിരുദ്ധ വോട്ടുകളുടെ ഒരു സമാഹരണം സംസ്ഥാന തലത്തിൽ നടക്കും. അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും UDF ആണ്. അതുകൊണ്ടാണ് വർഷത്തിൽ ഓണത്തിനും ക്രിസ്മസിനും റംസാനും മാത്രം മണ്ഡലത്തിൽ എത്തുന്ന പിന്നെ ശശി തരൂരും ആറ്റിങ്ങ പാർലമെന്റിൽ അടൂർ പ്രകാശും ഒക്കെ ഈ കയറിപ്പോയത് അതിൻ്റെ ആനുകൂല്യത്തിലല്ലേ? മനസ്സിലായില്ലേ? അപ്പം മണ്ഡലത്തിൽ കാര്യമായിട്ട് ചെയ്തിട്ടുള്ള ജനപ്രതിനിധികൾ അല്ലാത്തവരും അങ്ങനെ ചെയ്തവരും എല്ലാവരും ഇതിനകത്ത് കയറിപ്പോയിട്ടുണ്ട്. ഈ ഇത്തവണത്തെ SSLCയുടെ റിസൾട്ട് പോലെയായിരുന്നു, എല്ലാവരും കയറിപ്പോയി, എല്ലാവർക്കും A+ കയറിപ്പോയി എന്നുള്ളതിൽ കവിഞ്ഞ് UDFന്റെ എന്തെങ്കിലും കൂടുതൽ കൊണ്ടോ LDFന്റെ എന്തെങ്കിലും ഡിമെറിറ്റ് കൊണ്ടോ ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്.